ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോക്കകത്ത് നയൻതാരയുടെ എയർപോർട്ട് ലുക്ക് കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് അല്ലേ. നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു കോട്ട് സെറ്റ് മേടിക്കാം. ബിക്കോസ് ആ ഒരു ഇൻസ്പിറേഷനിൽ നമ്മൾ കോട്ടൺ ഫാബ്രിക്കിനകത്ത് ചെയ്തിട്ടുള്ള ഒരു വെരി ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റ് ആട്ടോ. ഈ ഒരു കളറും അതിൻ്റെ ആ ഒരു ഫീലും ഒക്കെ കണ്ടോ. ഇത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് കേട്ടോ. ഫാബ്രിക് വന്നിരിക്കുന്നത് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു സോഫ്റ്റ് സിൽക്ക് വിസ്കസ് ഫാബ്രിക് ആണ്. അതിന് നമ്മൾ കുറച്ച് ഡിസൈനർ എലമെന്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയുള്ള സരി ത്രെഡ് വർക്ക്, ഒട്ടും തന്നെ ലൗഡ് അല്ല, വളരെ എന്താ പറയുക ബ്ലെൻഡായി പോകുന്ന കഴിഞ്ഞിട്ടാണ്. താഴെ ഹെംലൈനിലൊക്കെ കണ്ടു നല്ല ഭംഗിയുള്ള ആ ഒരു സരി ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സിലും സിമിലർ കൈൻഡ് ഓഫ് വർക്ക് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോർമൽ എലൈൻ ആയിട്ട് വരും. ദുപ്പട്ട നല്ല ഭംഗിയില്ലേ. ഇത് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ട് നല്ല ലോങ് ആൻഡ് വൈഡ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. ഇതിന്റെ കൂടെ വരുന്നതല്ല കേട്ടോ, നമ്മുടെ യമ്മിയുടെ ലക്സ് കാറ്റഗറി വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് ഉണ്ട്. നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വെച്ച് ഡ്രേപ്പ് ചെയ്ത അതുപോലെ കിടക്കുന്ന കൈൻഡ് ഓഫ് സാരീസ് ആണ് ഈ ടെസർ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള സെമി ടെസർ ആണ്. സെമി ടെസറിനകത്തേക്ക് ഇതേപോലത്തെ എംബ്രോയിഡേർഡ് വീവ് പാറ്റേൺ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരി. मैं तेनू समझावा कि ना तेरे बिना लगदा जी. ഇതാണ് പല്ലു വരുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ല. അതിനകത്തേക്ക് ആ എംബ്രോയിഡറിയും ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ബോഡി ഇതേപോലത്തെ ഒരു പാറ്റേണിലാണ് ഇത് പോയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. ബിക്കോസ് ടോപ്പ് സാരി അത്രയും ഇതുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസിലേക്ക് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവേ. ഇതൊരു ടസറിന്റെയും ഒരു റോസ് സിൽക്കിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഫാബ്രിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ഒതുങ്ങി. ഞാനിതിപ്പോ ചുമ്മാതെ എടുത്തതാ, നമ്മൾ കറക്റ്റ് ആയിട്ടൊന്നും ഡ്രേപ്പ് ചെയ്തിട്ടൊന്നും അല്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്ത് നല്ല ഭംഗിക്ക് കിടക്കും. നല്ല ഭംഗിയുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ. നമുക്ക് വാട്സ്ആപ്പ് സെയിൽസ് അവൈലബിൾ അല്ല. 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. നമുക്ക് ജോർജറ്റിനകത്ത് വന്നേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് കാണാം കേട്ടോ. അതിനകത്തേക്ക് ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് സ്ലീവ്സിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് വർക്കാണ് വരിക. സെയിം ടോണും അതേപോലെ സിൽവർ ടോണും കൂടെ ഇത് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ബൂട്ടി വീവ്സും ഉണ്ട്. യോക്കിലേക്കും ഈ ഒരു കൈൻഡ് ഓഫ് വർക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവിടെ കാണിച്ചത് കംപ്ലീറ്റ്ലി സ്റ്റിച്ചായി വരുമ്പോൾ ഇതുപോലെയാട്ടോ വരിക. നല്ല ഭംഗിയുള്ളൊരു എ ലൈൻ കുർത്തയും സെമി പാരൽസ് ബോട്ടം ദുപ്പട്ടയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പറഞ്ഞ പോലെ 4 ജോർജറ്റ് ആണ്. ഇതിനകത്ത് വർക്ക് ഉണ്ടോ, സെയിം ടോണും ആ സിൽവർ കളറും കൂടെ കയറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈവൻ യോക്കിലേക്കും അതേപോലെ ബോഡി ത്രൂ ഔട്ടും നമുക്ക് ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് പാറ്റേണിലാണ് പോയിരിക്കുന്നത്. സ്ലീവ്സ് കണ്ടോ, സ്ലീവ്സിനകത്തേക്കും ഇതേ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട 2 സൈഡിലും നമ്മൾ ഡബിൾ സ്കാലപ്പാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സൈഡ് താഴത്തേക്കുന്നില്ല, ഈ 2 സൈഡ്സിലും ഇതേപോലെ സ്കാലപ്പാണ് വന്നിട്ടുള്ളത്. സോ ഇതുപോലെ വരും. ടോപ്പിലും ബോട്ടമിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.